ഒരു ഭ്രാന്ത സിനിമ. ഉള്ളിലുള്ള സകല അസ്ത്രങ്ങളും പുറത്തെടുത്ത് നോക്കി, ഒന്നിനകത്തും വിജയിച്ചിട്ടില്ല. ഇനിയിപ്പം വിജയിക്കണമെങ്കിൽ രാജാവിനെ കൊണ്ടുവരണം. രാജാവുമായിട്ട് വരെയുള്ള വരവാ. ഇനി അഴിഞ്ഞാട്ടം, പുള്ളിയുടെ പൂന്ത് വിളയാട്ടെ. ദിലീപിന്റെ അടുത്തുള്ള സ്നേഹം കൂടെ പോയി ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും മാഡ്നസ് മാത്രമേ ഉള്ളൂ, ഒരു ലോജിക്കും ഇല്ല. Okay. Hey Cinephils, welcome to the world of madness, the most awaited അണ്ണൻ തമ്പി അഴിഞ്ഞാട്ടം. ജനപ്രിയ നായകൻ ദിലീപിനൊപ്പം മോഹൻലാൽ കൂടി എത്തുന്ന ബബ്ബബ്ബ. അപ്പോൾ കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാ, നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമന്റ് ചെയ്തേക്കുക. നേരെ ബബ്ബബ്ബ റിവ്യൂലേക്ക്. അങ്ങനെ പറയാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവര് പറയുന്നതാണെങ്കിൽ ഫുള്ള് മാഡ്നസ് ആണ്. പക്ഷേ പടത്തിൽ നമുക്ക് അത്രയും കുറെ കാര്യങ്ങളൊന്നും കണക്റ്റ് ആവുന്നില്ല, ലോജിക്കില്ല, ഓക്കെ തന്നെയാണ്. പക്ഷെ അങ്ങ് എനിക്ക് അത്രത്തോളം അങ്ങ് ഭയങ്കരമായിട്ടൊന്നും ഒരു ഇതല്ല. JB ആറാട്ടൊക്കെ പോലെ ആ ഒരു വൈബി കണ്ടാലും ആ ഒരു വൈബി അങ്ങനെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഒരു ഇതും ഇല്ലാതെ നമ്മൾ ചുമ്മാ കുറെ നേരം ഒരു ഇതിന് വേണ്ടി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആ രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ഇനി എന്താ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ലോജിക്കില്ല. ആ രീതിയിൽ തന്നെ അവർ അത് പറയുന്നതോടെ 100% നീതിയില്ലാത്ത ഒരു ലോജിക്കും ഇല്ല. ആ രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഫസ്റ്റ് ഹാഫ്. ശരിക്കും മാഡ്നസ് മാത്രമേ ഉള്ളൂ, ഒരു ലോജിക്കും ഇല്ല. ദിലീപേട്ടന്റെ ശക്തമായ തിരിച്ചുവരവ്, അഴിഞ്ഞാട്ടം, പുള്ളിയുടെ പൂന്ത് വിളയാട്ടെ. പുള്ളി എവിടെയും പോയിട്ടില്ല. വിന്റേജ് ദിലീപേട്ടൻ, നമ്മുടെ റൺവേ സ്റ്റേഡിയമോസ് എല്ലാം ഓർമ്മ വരും. ഇതുവരെ നല്ല എന്റർടൈനർ. ഇനി അടുത്ത ഫാൻ ബോയ് പണ്ണൽ. ഇതുവരെ അഴിഞ്ഞാട്ടം, വിനീത് ശ്രീനിവാസിന്റെ അഴിഞ്ഞാട്ടം എല്ലാം തകർത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് പറയാം. ഭയങ്കര ലൗഡ് പടമാണ്. ഒരു സമയം പോയി അറിഞ്ഞില്ല, അത്ര എന്റർടൈനർ. ഇതുവരെ ദിലീപിന്റെ ഒരു ഷോ രാജാവിന്റെ വരവിനായി കാത്തിരിക്കുന്നു. അഴിഞ്ഞാട്ടമാണ് പറഞ്ഞ പോലെ ദിലീപിന്റെ അഴിഞ്ഞാട്ടം. ഇനി അടുത്തവർ രാജാവ് വരണമല്ലോ, രാജാവിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ്. ആ ഒരു ലോജിക്കില്ലായ്മ എന്ന് പറഞ്ഞത് എങ്ങനെ എത്രത്തോളം ലോജിക്കില്ലായ്മ അത് തന്നെയാണ് പടത്തിന്റെ. ഇതൊരു ദിലീപിന്റെ ഷോ, ഒരു എന്താ പറയുക, ഒരു ടീസർ അല്ലെങ്കിൽ ഒരു ട്രെയിലർ വൺ റീൽ കണ്ടിരിക്കുന്ന ആൾക്ക് കണ്ടിരിക്കാം. എനിക്ക് അത്രയ്ക്ക് ഒന്നും ആയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മോഹൻലാലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, രാജാവിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ്. അത് തന്നെ. ആ ഒരു ബീജിൽ കുറെ റെഫറൻസ് ഒക്കെ വെച്ചിരുന്നു, അതായിരുന്നു മെയിൻ ഹൈലൈറ്റ്. ഗോപി സുന്ദർ കുഴപ്പമില്ല. ആളുടെ വർക്ക് അത്രയ്ക്ക് ഗംഭീരമൊന്നും പറയാനില്ല. എന്നിരുന്ന ആളുടെ വർക്ക് ആള് സ്മൂത്ത് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു സെൻസേഷൻ, ഒരു ഭയങ്കര ഒരു കംബാക്ക് എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കൊള്ളാം, കുഴപ്പമില്ല. ആള് ഇതുവരെ നിലവില് ആളുടെ എന്താ ഉള്ളിലുള്ള സകല അസ്ത്രങ്ങളും പുറത്തെടുത്ത് നോക്കി, ഒന്നിനകത്തും വിജയിച്ചിട്ടില്ല. ഇനിയിപ്പം വിജയിക്കണമെങ്കിൽ രാജാവിനെ കൊണ്ടുവരണം. രാജാവുമായിട്ട് വരെയുള്ള വരവാ. ഇനി രാജാവിന്റെ വരവിനായിട്ട് കാത്തിരിക്കുക. ഒരു ഭ്രാന്ത സിനിമ. അത് തന്നെ. ദിലീപ് ഒരു രക്ഷയില്ല. ഇനി ലാലേട്ടൊക്കെ ഇനിയാ വരുന്നത്. ഒരു ഭ്രാന്ത സിനിമ, സത്യം പറയാം, ഭ്രാന്ത സിനിമ. പക്ക ഒരു തമിഴ് വൈബാണ്. ആ ഒരു വൈബ്, പഴയ റെഫറൻസ് എല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ക എനിക്ക് ഇഷ്ടപ്പെട്ട്. ലോജിക്കൊന്നുമില്ല, അത് നോക്കണ്ട. ഒരു പ്രാന്ത സിനിമ, സത്യം പറയാം. കംബാക്ക് ആയിരിക്കും. ഇനി സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് പറയാം. ലാലേട്ടനുള്ള ബിൽഡപ്പിലാണ് നിർത്തിയേക്കുന്നത്. അതുവരെ ആയിട്ടില്ല, ഇനി എങ്ങനെയാന്ന് അറിയത്തില്ല. എന്നാലും ഒരു പ്രാന്ത, എല്ലാ റെഫറൻസ് എല്ലാം ഉണ്ട്. റെഫറൻസ് ഒക്കെ പക്ക. ഒരു മാസ് മസാല ഐറ്റമാണ്. മാസ് മസാല എന്ന് പറയാൻ അതിനപ്പുറം ഉണ്ട്. ഒരു പ്രാന്ത സിനിമ, അത്രേ പറയാനുള്ളൂ. വേറും തല്ലിപ്പൊളി അഴുക്ക പടം എന്ന് പറയാം. വേറെ അഴുക്ക പടം ഒരു വായിക്കും കൊള്ളത്തില്ല. ഇത് ഒരു എനിക്ക് വന്ന കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് എടുത്തു വെച്ച പടമെന്ന് തോന്നുന്നു. വേറും പടം അരമണിക്കൂർ താമസിച്ച ഷോ അടങ്ങിയത്. ഇങ്ങനത്തെ ഒക്കെ പടം ലോജിക്കില്ല, മാഡ്നസ്, അടിച്ചുപൊളി, ഒരു മൈരുമില്ല. ഒരു എന്താണ് ഒരു ദിലീപിന്റെ ആറാട്ടം എന്ന് പറയാമോ? ദിലീപിന്റെ അടുത്തുള്ള സ്നേഹം കൂടെ പോയി ഈ പടം കണ്ടു കഴിഞ്ഞാൽ. വേറും തറപ്പടം ഇവിടെ. കംബാക്ക് ഗോ ബാക്ക്. ആറാട്ടാണോ ഒരു എങ്ങനെ? ആറാട്ടം തന്നെ. കൊള്ളാം, പൊളിച്ച്. ദിലീപിന്റെ ഒരു നിരോധിക്കാനുള്ള ഒരു മറുപടിയാണോ? എങ്ങനെയുണ്ട്? ഉറപ്പായിട്ടും ദിലീപിനെ കാണാൻ തന്നെയാണ് നമ്മൾ രാവിലെ 8 മണിക്കുള്ള ഷോയ്ക്ക് വന്നത്. കംബാക്ക് ആണ്, തുടരും. ഓഫ് കോഴ്സ്, നന്നായിട്ട് ദിലീപിന്റെ ഒരു കംബാക്ക് എന്നാണ് പറയാം, മാസ് കംബാക്ക്. ഒരു ദിലീപ് എങ്ങനെയാണ്? ഒരു മിസ് ചെയ്ത ദിലീപ് അല്ല, മറ്റേ GB അജിത്ത് ഇല്ലേ, അതുപോലെ ഒരു ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പടം. അതുപോലെ അല്ല, ഒരു റെഫറൻസ് ഒക്കെ വെച്ചുള്ള പഴയ കുറെ പരിപാടികളും പാട്ടുകളെല്ലാം വെച്ചിട്ട് കൊള്ളാം, കണ്ടോണ്ടിരിക്കാം, അടിപൊളി. എങ്ങനെയാണ് പറഞ്ഞ പോലെ പക്ക മാസ് മസാല കിടിലം പടം, അടിച്ചുപൊളിയാണ്. ഒന്നുമില്ല, അഴിഞ്ഞാട്ടം. ശരിക്കും ലാലേട്ടൻ വന്നോ? ഇല്ല, വന്നിട്ടില്ല. സെക്കൻഡ് ഹാഫിന് വേണ്ടിട്ട് വെയിറ്റിംഗ്. ഇൻട്രോയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കിടിലമായിരുന്നു. ഓക്കെ.